ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷോപ്പിംഗ് ഫോർ ഹാപ്പി. അപ്പോൾ നമ്മൾ പെരുന്നാളായതുകൊണ്ട് നല്ലൊരു അടിപൊളി മട്ടൻ കറി വെക്കാൻ പോവുകയാണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുക്കറിലോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് നമ്മൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ ചുവന്നുള്ളി, ചെറിയ ഉള്ളി, തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത്രയും നമ്മൾ പേസ്റ്റാക്കി വെച്ചതിൽ നിന്ന് നമ്മൾ വെളിച്ചെണ്ണ ചൂടായി ഉലുവ ഇട്ട് കൊടുത്തതിന് ശേഷം അതിനകത്തോട്ട് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് അത്യാവശ്യം മൂത്ത് പച്ചമണം മാറുന്ന ടൈമിൽ നമുക്ക് ബാക്കി ചെയ്യാം. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പച്ചമണം മാറുന്ന ടൈമിൽ നമ്മൾ ചുവന്നുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ്. അതും നമ്മൾ ജസ്റ്റ് ഒന്ന് മൂത്ത് വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾ സവാള നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ സവാള പെട്ടെന്ന് വഴണ്ട് വരും. അതും കൂടി ഇട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയില അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതുപോലെ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ഇട്ട് നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുക്കുക. ഇതെല്ലാം ചേർത്ത് നമ്മൾ മൂടി വേവിക്കണം. അപ്പോൾ നമ്മൾ തക്കാളി നന്നായിട്ട് വെന്ത് അതായിട്ട് നല്ല മിക്സായിട്ട് കിട്ടും. ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. ഇനി ഇതിലേക്ക് നമ്മൾ മട്ടൺ കഴുകി ഇച്ചിരി ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനെയും കൂടി നമ്മൾ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതിൽ പൊടിയൊക്കെ മിക്സ് ചെയ്ത് ആഡ് ചെയ്യാം. ഇനി നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല ഇത്രയും കൂടി ആഡ് ചെയ്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഈ കുക്കറിൽ വേവിക്കാൻ നമ്മൾ മിക്സ് ചെയ്തിട്ടേക്കുന്ന മട്ടൺ പീസസും നമ്മൾ ബാക്കി വേവിച്ച എല്ലാ ഗ്രേവി ഉണ്ടല്ലോ അതിൻ്റെ കൂടെ ഇതും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമ്മൾ വിസിൽ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. വിസിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ മട്ടൻ കറി റെഡി. അപ്പോൾ നമുക്ക് വിസിൽ വന്നിട്ടുണ്ട് കുക്കറിൽ നിന്ന്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി മട്ടൻ കറിയാണ്. കാരണം നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. സോ നിങ്ങളെല്ലാവരും ഈ പെരുന്നാളിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ നോർമൽ മട്ടൻ കറി തന്നെയാണ്, പക്ഷെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. സ്റ്റേ ഹാപ്പി, സ്റ്റേ ബ്ലെസ്ഡ്.